ഇപ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നു ഒന്നാം പ്രതിയും മറ്റു പ്രതികളും തമ്മിൽ ചെയ്ത കുറ്റകൃത്യത്തിൽ വ്യത്യാസമില്ല. മറ്റു പ്രതികൾ യഥാർത്ഥ കുറ്റകൃത്യം ചെയ്തില്ലെങ്കിലും കൂട്ടബലാത്സംഗ കുറ്റം ബാധകമെന്നും പ്രോസിക്യൂഷൻ പറയുന്നു. ഒന്നാം പ്രതിക്ക് മാത്രമായി പ്രത്യേകം ശിക്ഷ നൽകാനാകില്ല എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. എല്ലാ പ്രതികൾക്കും കൂട്ടുത്തരവാദിത്തമുണ്ട് എന്നതാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ വാദിക്കാൻ ശ്രമിക്കുന്നത്. അവിടെ സജോ, ഇപ്പോൾ ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം കുറഞ്ഞ ശിക്ഷയുടെയോ കൂടിയ ശിക്ഷയുടെയോ സാധ്യത എന്തെന്നുള്ള ചോദ്യമാണ്. സുജയ, ഇതിൽ പ്രധാനമായും കോടതി ശിക്ഷാവിധി പ്രസ്താവം നടത്തുക ഓരോ പ്രതികൾക്കുമെതിരെ തെളിഞ്ഞിട്ടുള്ള കുറ്റങ്ങളിൽ പ്രത്യേകമായിരിക്കും. അതിൽ ആദ്യത്തേത് ബലാത്സംഗം എന്ന കുറ്റത്തിന്മേലാണ്. അതായത് കൂട്ടബലാത്സംഗം എന്ന 376D എന്ന കൂട്ടബലാത്സംഗം എന്ന കുറ്റകൃത്യത്തിന്മേലാണ്. അതിലാണ് കോടതി വ്യക്തത വരുത്തി ചോദിക്കുന്നത്. ഇതിൽ ഓരോരുത്തരുടെയും പങ്കാളിത്തം വ്യത്യസ്തമല്ലേ, എല്ലാവർക്കും ഒരേ ശിക്ഷ നൽകാനാകുമോ എന്ന കാര്യത്തിലാണ് ഈ കാര്യത്തിൽ പ്രോസിക്യൂഷനോട് ചോദ്യം ഉന്നയിച്ചത്. അതിനാണ് പ്രധാന മറുപടി എന്ന് പ്രോസിക്യൂഷൻ പറയുന്നത്. അതായത് ഇതിൽ ഈ പ്രത്യേക കുറ്റകൃത്യത്തിന്റെ കാര്യത്തിൽ മാത്രമാണ്. ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള വകുപ്പുകളുടെ കാര്യത്തിൽ സ്വാഭാവികമായും കോടതി ചോദ്യങ്ങൾ ഉന്നയിക്കും, പ്രോസിക്യൂഷൻ മറുപടിയും പറയും എന്നതാണ്. കുറഞ്ഞ ശിക്ഷയും പരമാവധി ശിക്ഷയും നൽകാനുള്ള മാനദണ്ഡം എന്താണെന്ന് കോടതി പ്രോസിക്യൂഷനോട് ചോദിക്കണം. അതായത് ഇതിൽ പ്രധാനമായും പ്രോസിക്യൂഷൻ പറയുന്ന ഒരു കാര്യം, കുറ്റകൃത്യം, അതായത് യഥാർത്ഥ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത് ഒന്നാം പ്രതിയാണ്, ഒന്നാം പ്രതിയായ പൾസർ സുനിയാണ്. മറ്റു പ്രതികൾ അതിന് സഹായം നൽകുകയാണ് ചെയ്തത്. പക്ഷേ പ്രതിക്കെതിരായി ഇതിനകം തന്നെ 376D കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിൽ കൂട്ടുത്തരവാദിത്തം ബാധകമാണ്. കൂട്ടുത്തരവാദിത്തം വരുമ്പോൾ എല്ലാവർക്കും ഇതേ ചാർജ് തന്നെ ബാധകമാകും. അപ്പോൾ ഇതേ ശിക്ഷ തന്നെ എല്ലാ പ്രതികൾക്കും, 6 പ്രതികൾക്കും, അതായത് 2 മുതൽ 6 വരെയുള്ള മറ്റെല്ലാ പ്രതികൾക്കും നൽകണം എന്ന വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. ആ വാദം കൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും ആ കുറ്റകൃത്യത്തിന്മേൽ എല്ലാവർക്കും, അതായത് ഒന്നാം പ്രതിക്കും മറ്റുള്ള പ്രതികൾക്കും, മറ്റുള്ള 5 പ്രതികൾക്കും എന്ത് ശിക്ഷ നൽകണം, ആ കുറ്റകൃത്യത്തെ വിവേചിച്ച് കാണണമോ, ഒന്നാം പ്രതി നേരിട്ട് കുറ്റകൃത്യം ചെയ്യുന്നു, മറ്റുള്ളവർ സഹായിക്കുന്നു, അങ്ങനെ വരുമ്പോൾ ഒന്നാം പ്രതിക്ക് ആ കുറ്റകൃത്യത്തിന്റെ അനുസരിച്ചുള്ള പങ്കാളിത്തം ആഴവും പരിഗണിക്കുമ്പോൾ പരമാവധി ശിക്ഷ അനിവാര്യമെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുകയാണ്. അലേഖ് വർഷ കൂടി നമുക്കൊപ്പം ഉണ്ട്. അലേഖ് വർഷ, പരമാവധി ശിക്ഷയ്ക്ക് വേണ്ടിയാണ് പ്രോസിക്യൂഷൻ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. സുജിയ, തീർച്ചയായും നേരത്തെ തന്നെ പ്രോസിക്യൂട്ടർ അത് വ്യക്തമാക്കിയിരുന്നു, അഡ്വക്കേറ്റ് അജകുമാർ അത് വ്യക്തമാക്കിയിരുന്നു. കാരണം അത്രയും ഗുരുതരമായ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നു. ഉച്ചവരെ ഈ വാദം നീളും, ഇന്ന് തന്നെ ശിക്ഷ വിധിക്കും. അപ്പോൾ ഈ കുറ്റക്കാരായ 6 പേർക്കുമുള്ള ശിക്ഷ എന്ത് എന്നതിൽ വാദം അല്പസമയം കൂടി നീളും. അതിനുശേഷം ഇന്ന് തന്നെ ശിക്ഷയുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അലേഖ് വർഷ, തുടരാം. സുജയ, തീർച്ചയായും രാജ്യം ഉറ്റുനോക്കിയൊരു കേസാണ്. കഴിഞ്ഞ 8.25 വർഷക്കാലത്തിനിടയിൽ നടന്ന ഓരോ നീക്കങ്ങളും രാജ്യം ഉറ്റുനോക്കിയതാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കേസിൽ ശിക്ഷ വിധിക്കുമ്പോൾ അത് വളരെ നിർണായകമാണ്. ഇന്ന് തന്നെ ശിക്ഷ വിധിക്കുമെന്നിപ്പോൾ അറിയിക്കുന്നു. കുറ്റകൃത്യത്തിന്റെ ഗൗരവവും ആഴവും പരിഗണിക്കുമ്പോൾ പരമാവധി ശിക്ഷ അനിവാര്യമെന്ന് പ്രോസിക്യൂഷൻ വീണ്ടും ആവർത്തിക്കുകയാണ്. പരമാവധി ശിക്ഷ 6 പ്രതികൾക്കും ഉറപ്പാക്കാനുള്ള നീക്കം തന്നെയാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അതേസമയം എന്ത് കാരണത്താൽ 6 പ്രതികൾക്കും സമാന ശിക്ഷ നൽകും എന്ന ചോദ്യമാണ് കോടതി ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ വിധിന്യായം പുറപ്പെടുവിക്കുമെന്ന് സെഷൻസ് കോടതി അറിയിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ വിധി, വളരെ നിർണായകമായ വിധി ഉണ്ടാകും. ഇത്രയും ഈ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ്, സമാനമായ ഒരു കേസ് രാജ്യത്തിന്റെ ചരിത്രത്തിൽ നിയമ സംവിധാനത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയപ്പെടുന്ന ഒരു കേസ്, ഒരു കൊട്ടേഷൻ ബലാത്സംഗം എന്ന ടേം നമ്മൾ ഉപയോഗിച്ച ഒരു കേസ്, ആ കേസിൽ ഇന്ന് വിധി പറയുന്നു. ഇന്നിപ്പോൾ അതിൽ കൊട്ടേഷൻ എത്രത്തോളം നിൽക്കുന്നു എന്നതില്ല, ബലാത്സംഗം മാത്രം നിൽക്കുമെന്ന് പറയുമ്പോഴും 6 പ്രതികൾ, കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കുള്ള ശിക്ഷാവിധി ഇന്നുണ്ടാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അത് അറിയാൻ കഴിയുമെന്ന് തന്നെ